അതെ, അപ്പൊ ഞാൻ ഇന്നിപ്പോ ഫ്രൈഡേ ആണ്. ഇപ്പൊ 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഡിന്നർ കഴിഞ്ഞു. അപ്പൊ ഒരു കൊതി, നമുക്കൊന്ന് പാസ്ത കഴിച്ചാലോ ഒന്ന്. ഇവിടെ സിംഗിളോ എന്ന് പറഞ്ഞിട്ട് അവിടെ പാസ്ത കിട്ടും. പക്ഷെ കുറച്ച് സമയം എടുക്കും അവർ പാസ്ത ഉണ്ടാക്കി തരാനായിട്ട്. പിന്നെ അത്രയും വരെ പോണം. ഇപ്പോൾ വിന്റർ സീസൺ ആയതുകൊണ്ട് ഭയങ്കര മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. ദെൻ വെയിറ്റിംഗ് ടൈം ഉണ്ട്. അവരപ്പം ഉണ്ടാക്കി തരുന്ന ഇതാണ്. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ പാസ്ത അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ വൈറ്റ് സോസ് പാസ്തയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഓൾമോസ്റ്റ് ഡൺ ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചു തരാം. ഇത് വൈറ്റ് സോസ് ആണ്. അപ്പൊ ഇതിൽ ഞാൻ എന്തൊക്കെയാ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് ബട്ടർ ഇട്ടു. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നപ്പോൾ ഫൈനലി ചോപ്ഡ് ആയിട്ടുള്ള ഗാർലിക് ഇട്ടു. അതൊരു ബ്രൗൺ കളർ ആയപ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മൈദപ്പൊടി ഇട്ടു. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തു. എന്നിട്ട് അതൊന്ന് അതിന്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേനും ഞാൻ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു. അപ്പൊ ദേ ഇങ്ങനെ ഒന്ന് കുറുകിയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടി. ഭയങ്കരമായിട്ട് കുറുക്കാൻ വേണ്ടി നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ കുറുക്ക് പോലെ കോരി കോരി കുടിക്കേണ്ടി വരും. അപ്പൊ ഇത് കറക്റ്റാണ്. ഓക്കെ, ഈ ഒരു ഇതിൽ വേണം കിട്ടാനായിട്ട്. എന്നിട്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ ആഡ് ചെയ്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ ആഡ് ചെയ്തു. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ മാക്രോണി പാസ്ത ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നുമില്ല, നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പിടാം, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കാം. ദെൻ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ ഇതിന്റെ ഈ ഒരു ടെക്സ്ചർ ഇത് പ്രധാനമാണ്. ഓവറായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും. അപ്പൊ ഈ ഒരു രീതിക്ക് തന്നെ എടുക്കണം. എന്നിട്ട് നമ്മൾ കോരി തണുത്ത വെള്ളത്തിലോട്ട്, നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലോട്ട് ഇട്ടിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ് ഈ പാസ്ത. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഞാൻ പാസ്ത വേവിച്ചിട്ടുള്ള വെള്ളമാണ്. സോ ഇതും നമ്മൾ കീപ്പ് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വൈറ്റ് സോസ് നമുക്ക് ഇത്തിരി തിക്കായി തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പാസ്ത വേവിച്ച് ആ വാട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വൈറ്റ് സോസിലോട്ട് നമ്മൾ കുറച്ച് ചീസ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഈ ചീസ് ഒന്നിനി മെൽറ്റ് ആയിട്ട് വരണം. ഓക്കെ, അപ്പൊ നമുക്ക് ചീസ് മെൽറ്റ് ആവാനായിട്ടുള്ള കുറച്ച് സമയം കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് മെൽറ്റ് ആയിട്ട് വരട്ടെ. ഇതിലോട്ട് നമ്മള് കുറച്ച് പാസ്ത വേവിച്ച് ആ വാട്ടർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും മതിയാവും. ദെൻ ഇനി ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. കാരണം നമ്മൾ മൈദ ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തിക്കാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ അപ്പൊ ഇത് മെൽറ്റ് ആവട്ടെ. അപ്പൊ നമ്മുടെ ചീസൊക്കെ ഓൾമോസ്റ്റ് മെൽറ്റ് ആയി തുടങ്ങി. അപ്പൊ ഇനി നമുക്ക് ഇതിലോട്ട് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള പാസ്തയാണ് ഇട്ട് കൊടുക്കാവേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബാക്കി ഈ ഒരു പാനിന്റെ ചൂടിൽ ഇരുന്നിട്ട് ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിക്കോളും. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിന്റെ ഉപ്പും എരിവും കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് വെയിറ്റ്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിന്റെ ഉപ്പൊക്കെ നോക്കുക. അപ്പൊ നമ്മുടെ പാസ്ത ആയിട്ടുണ്ട്. ഞാനിവിടെ സെർവിങ് ബൗളിലോട്ട് ഇടാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് സോസേജസും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഞാൻ കുറച്ച് സോസേജസും കൂടെ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. അപ്പം ഇതാണ് സോസേജസ്. ഇതിന് എന്തൊക്കെയോ ഫ്ലേവർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ മേടിക്കുന്നത്. സോ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതേ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലോട്ടൊരു ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സോസേജസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയട്ടെ. ഞാൻ ചോപ്ഡ് ഗാർലിക്കും കൂടെ ആഡ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ പാസ്തയിൽ ആഡ് ചെയ്തേക്കുന്നതുകൊണ്ടിട്ട് ഞാനിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ സോസേജസ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പാസ്തയുടെ മേളിലോട്ട് ഇടാവേ. ഓക്കെ, അപ്പം നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്, ലഞ്ചിന് അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു പാസ്തയാണ്. അതേപോലെ തന്നെ ഇത് ഇച്ചിരി ഫ്ലേവേർഡ് ആയിട്ടുള്ള സോസേജസ് ആണ്. സോ എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കേണ്ടി മാത്രം വന്നുള്ളൂ. പ്ലെയിൻ മേടിച്ചാൽ ഇപ്പം നമ്മളിങ്ങനെ ഒറിഗാനോ, പെപ്പർ, ഗാർലിക് ഒക്കെ ഇട്ടിട്ട് ചെയ്തെടുക്കേണ്ടി വരും. ആക്ച്വലി ഇത് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സോസേജസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം പാസ്ത ടേസ്റ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ, ആ വൈറ്റ് സോസ് ഒക്കെ ഉണ്ട്, നല്ല ചൂടാണ് കേട്ടോ. അടിപൊളിയാണ്. ആ സോസിന്റെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് ഈ സോസേജസ് കഴിച്ചു നോക്കാം. ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്. ഇനി ഈ സോസേജസും ഈ പാസ്തയും കൂടെ കഴിച്ചു നോക്കാം. അടിപൊളി, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.